അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാക്കനാടുള്ള പോർട്ടിക്കോ എന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ പാടത്തിൻ്റെയൊക്കെ കരയിലായിട്ട് വിശാലമായ കാർ പാർക്കിങ്ങോട് കൂടിയ ഒരു റെസ്റ്റോറൻറ്റാണ് പോർട്ടിക്കോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു പ്രത്യേക രീതിയിലാണ്, ഓപ്പൺ ആർക്കിടെക്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും തന്നെ നല്ലോണം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പോൺസും കാര്യങ്ങളും ഒക്കെ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. എന്നിരുന്നാലും ഓപ്പൺ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ ഇത് വെയിലൊക്കെ മാറിക്കഴിഞ്ഞ് വൈകുന്നേരം അല്ലെങ്കിൽ ഡിന്നറിന് വിസിറ്റ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തേക്കുന്ന ഒരു ഡിഷാണ് ഗ്രിൽഡ് ചിക്കൻ സോസേജ്. ഈ ഡിഷിൽ വലിയ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം കുരുമുളകും മുകളിൽ വിതറിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് സാധാരണ സോസേജിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ, വലിയ എരിവൊന്നും അതുകൊണ്ട് കുട്ടികളും കഴിച്ചോളും. അടുത്തായിട്ട് വാങ്ങിച്ചേക്കുന്നത് ബീഫിൻ്റെ ഡിഷാണ് ഇമ്പീരിയൽ ഡ്രാഗൺ ബഫ്. അപ്പം മെനുവിൽ എഴുതിയേക്കുന്നതനുസരിച്ചിട്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ബീഫ് സ്ട്രിപ്സ് ആണിത്. സ്വീറ്റ് സോസോട് കൂടിയ ചൈനീസ് ഡിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എടുത്തേക്കുന്നത് സിംഗപ്പൂർ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. അതും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടിയാണ്, ഒരു പൈനാപ്പിൾ സ്വീറ്റ്നെസ്സോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഇത് അത്ര അടിപൊളിയായിട്ടും തോന്നിയില്ല. പക്ഷേ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് യൂഷ്വലി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അടുത്ത ഡിഷ് വയനാടൻ പോത്ത് വരട്ടിയതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കാരമലൈസ് പെപ്പർ മസാലയിട്ട് ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിട്ടാണ് മെനുവിൽ കൊടുത്തേക്കുന്നത്. ഇതും മസാലയുടെ ഒരു കുത്തുള്ളത് കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് ഡിഷാണ്, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ എടുത്തേക്കുന്ന ഡിഷസ് എല്ലാം തന്നെ വളരെ ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയാനില്ല, പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്ന ഡിഷസാണ്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ പെന്നെ ടെട്രാസിനി എന്ന് പറഞ്ഞൊരു പാസ്ത ഐറ്റമാണ്. ഇത് ഹെർബ്സും റോസ്റ്റഡ് ചിക്കനും ബെൽ പെപ്പർ, അതായത് ക്യാപ്സിക്കം, ഒണിയൻ എന്നീ ഐറ്റംസ് ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു പാസ്ത ഡിഷാണെന്നാണ് ഇതിൻ്റെ അകത്ത് ഉള്ള മെനുവിലെ ഡിസ്ക്രിപ്ഷൻ. കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ സോസി ആയിട്ടുള്ള വലിയ എരിവൊന്നും ഇല്ലാത്ത പാസ്ത ഡിഷാണ്. അപ്പോൾ നിങ്ങൾ പോർട്ടിക്കോയിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ ഡിന്നർ ടൈം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, നല്ല ആംബിയൻസ് ഉള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.